വെൽക്കം. തഹമനാണ്. നെർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിൽ നമ്മൾ സ്പൈനൽ കോഡ് ഇന്റേണൽ അനാറ്റമി, അനാറ്റമി നമ്പർ 2. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്റ്റേണൽ അനാറ്റമി ആയിരുന്നു, അതായിരുന്നു പാർട്ട് 1. ദിസ് ഈസ് പാർട്ട് 2. ഇന്റേണൽ അനാറ്റമിയിൽ നമുക്ക് എന്തൊക്കെ പറയാനുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് ഗ്രേ മാറ്ററിനെ കുറിച്ചിട്ട് പറയണം, ദെൻ വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ, ഇത് രണ്ടുമാണ് നമുക്ക് പറയാൻ. ഗ്രേ മാറ്റർ ഓഫ് ദ സ്പൈനൽ കോഡ്, വൈറ്റ് മാറ്റർ ഓഫ് ദ സ്പൈനൽ കോഡ്. നെർവസ് സിസ്റ്റം ഏത് ഭാഗം എടുത്താലും പ്രധാനമായിട്ടും ന്യൂറോൺസ് ആണ് നമുക്കറിയാം. ഈ ന്യൂറോൺസിന് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു? 1 is സെൽ ബോഡി ഉണ്ട്, രണ്ടാമത്തത് അതിന്റെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, മൂന്നാമത്തത് അതിന്റെ ആക്സോൺ. അപ്പൊ ഇതിൽ സെൽ ബോഡിയും ഡെൻഡ്രൈറ്റ്സും ചേർന്നിരിക്കുന്ന ഭാഗം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേ മാറ്റർ എന്ന് വിളിക്കുക. അഗ്രിഗേറ്റ്സ് ഓർ ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽ ബോഡി, അതാണ് ഗ്രേ മാറ്റർ. ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽ ബോഡീസിനെ നമ്മൾ ന്യൂക്ലിയ എന്ന് വിളിക്കും. ന്യൂക്ലിയ ഇപ്പൊ കൂട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് അപ്പൊ ഗ്രേ മാറ്റർ ആയി. അപ്പൊ വൈറ്റ് മാറ്റർ എന്താ? വൈറ്റ് മാറ്റർ അപ്പൊ ആക്സോൺ ആയിരിക്കണം അല്ലെ? ഇനി ഇതാണ് ഇല്ലാത്തത്. ഗ്രേ മാറ്ററിൽ നിന്ന് തുടങ്ങുന്നതും അല്ലെങ്കിൽ ഗ്രേ മാറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ഒന്നുകിൽ ഇവിടെ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കണക്ട് ചെയ്യുന്നതായിരിക്കാം. അങ്ങോട്ടേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആക്സോൺ, അത് മിക്കവാറും മൈലിനേറ്റഡ് ആക്സോൺസ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് വെളുത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുക. അഗ്രിഗേറ്റ്സ് ഓർ ക്ലസ്റ്റേഴ്സ് ഓഫ് ആക്സോൺസ് ആണ് വൈറ്റ് മാറ്റർ. അപ്പൊ സ്പൈനൽ കോഡിലുള്ള ന്യൂക്ലിയൈ ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, വൈറ്റ് മാറ്റർ വഴികൾ ഏതൊക്കെയാണ്, ഇത് രണ്ടുമാണ് നമുക്ക് പറയേണ്ടത്. ഫൈനലി ഗ്രേ മാറ്റർ എന്ന് വെച്ചാൽ അഗ്രിഗേറ്റ്സ് ഓഫ് സെൽ ബോഡീസ്, ന്യൂക്ലിയൈ ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയാം. ആക്സോൺസ് ക്ലസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് കൂട്ടമായിട്ട് പോകുന്നതിനെ നമ്മൾ നെർവ് ട്രാക്ക്, നെർവ് ഫൈബർ എന്നൊക്കെ പറയും. മൊത്തത്തിൽ ചേർത്തിട്ട് വൈറ്റ് മാറ്റർ എന്ന് പറയും. ഇനി നമുക്ക് ഈ പടത്തിലേക്ക് നോക്കാം. ഈ പടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പൈനൽ കോഡിന്റെ ഒരു സെക്ഷൻ ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നടുവിൽ ഈ ബട്ടർഫ്ലൈ, ദിസ് ഏരിയ, ഈ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേ മാറ്റർ. ദിസ് ഇസ് ഗ്രേ മാറ്റർ. അപ്പോൾ അറ്റത്തുള്ളതോ ഇത് വൈറ്റ് മാറ്റർ. ഇത് ഗ്രേ മാറ്റർ, ഇത് വൈറ്റ് മാറ്റർ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഫസ്റ്റ് പോയിന്റ്, ഇൻ സ്പൈനൽ കോഡ് ദ ഗ്രേ മാറ്റർ ഈസ് ഇൻസൈഡ്. ഗ്രേ മാറ്റർ അകത്താണ്, അപ്പോൾ ചുറ്റുമുള്ളത് വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്റർ ഈസ് ഇൻസൈഡ്, വൈറ്റ് മാറ്റർ ഈസ് ഔട്ട്സൈഡ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇത് പ്രത്യേകം പറയാൻ കാരണം ബ്രെയിനിലെത്തുമ്പോഴത്തേക്കും നമ്മൾ പറയും വൈറ്റ് മാറ്റർ മിക്കവാറും ഇൻസൈഡ് ആണ്, ഗ്രേ മാറ്റർ ഔട്ട്സൈഡ് ആണെന്ന് പറയും. അതാണ് ഒരു സ്പൈനൽ കോഡും ബ്രെയിനുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇനി ഞാൻ ആ പടത്തിലേക്ക് വരാം. അതിന് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആണ്. നമ്മുടെ സ്പൈനൽ കോഡിന് ഒരു 45 അല്ലെ, എത്രയാണ് നമ്മൾ പറഞ്ഞത്? 45 സെന്റിമീറ്ററോളം നീളമുണ്ട് എന്നാണ് നമ്മൾ എക്സ്റ്റേണൽ അനാറ്റമിയിൽ പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് വേണേൽ സെക്ഷൻ എടുക്കാം, ഇവിടുന്ന് എടുക്കാം, പല ഏരിയയിൽ നമുക്ക് സെക്ഷൻ എടുക്കാം. ഇവിടുന്ന് എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കില്ലേ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും കാണുക. ഗ്രേ മാറ്റർ അകത്തും പുറത്തുമാണ്, അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഈ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ തമ്മിലുള്ള അനുപാതം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൊപ്പോർഷനോ റേഷ്യോ, പ്രൊപ്പോർഷൻ, അത് പല ഭാഗത്തും വ്യത്യാസമുണ്ട്. ചില ഭാഗത്ത് ഗ്രേ മാറ്റർ കൂടുതലായിട്ട് തോന്നും, ചില ഭാഗത്ത് വൈറ്റ് മാറ്റർ കൂടുതലാണ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഫ്രം സേക്രൽ, ലംബാർ, തൊറാസിക്, ലോവർ ടു അപ്പർ സർവിക്കൽ, ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ വൈറ്റ് മാറ്റർ കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ വൈറ്റ് മാറ്റർ കൂടുതലാണ്, ഇവിടെ വൈറ്റ് മാറ്റർ കൂടുതലാണ്, ഇവിടെ വൈറ്റ് മാറ്റർ കുറവാണ്, ഇതിനപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ്, ഇതിനപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ്, ഇതിനപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ്. ഇങ്ങനെ വൈറ്റ് മാറ്ററിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. എന്തായിരിക്കും കാരണം? എന്താ വെച്ചാൽ ഇവിടെ കാലിൽ നിന്നുള്ള നെർവുകൾ വരുന്നുണ്ട്, പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും കാലിന്റെ മുകളിൽ നിന്നുള്ള ഭാഗത്തുള്ള നെർവ് വരുന്നുണ്ട്, ഇവിടെ എത്തുമ്പോൾ പിന്നെയും മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്, ഇവിടെ എത്തുമ്പോൾ കയ്യിലേയും കൂടി വരും. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ആക്സോൺസ് മുകളിലേക്കും പോകണം, അവിടെ താഴേക്കും പോകണം. ഈ ആക്സോൺസ് ഇവിടെ കൂടുതലായിരിക്കും. ഇവിടെ എത്തുമ്പോൾ ഈ ആക്സോൺ താഴേക്ക് പോകാനുള്ള ഇല്ല, ഇവിടം വരെ വെച്ച് അത് പോയി, അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള ഇവിടെ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ദിസ് ഏരിയ, സെർവിക്കൽ ഏരിയയിലൊക്കെ ആകുമ്പോഴത്തേക്കും വൈറ്റ് മാറ്റർ ഈസ് മോർ, വൈറ്റ് മാറ്റർ കൂടുതലാണ്, പക്ഷേ ഗ്രേ മാറ്റർ അത്ര അധികം ഇല്ല എന്ന് കാണാം. ആ പ്രൊപ്പോർഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് പഴയ പടത്തിലേക്ക് തിരിച്ചു വരാം. പടത്തിലേക്ക് വരുമ്പോൾ ഇത് ഗ്രേ മാറ്റർ ആണ്. ദിസ് ഇസ് ഗ്രേ മാറ്റർ ആണ്, ഇത് വൈറ്റ് മാറ്റർ ആണ്. വീണ്ടും ഇനി ഞാൻ പറയുന്നത്, ഗ്രേ മാറ്ററിന്റെ ഷേപ്പ് നോക്കിയേ. ഷേപ്പ് ഈസ് ലൈക്ക് ആൻ എച്ച് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പ് തോന്നുന്നുണ്ടോ? ലുക്ക് ലൈക്ക് എ ബട്ടർഫ്ലൈ, എച്ച് ഓർ ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. ഇനിയിപ്പോൾ ഇടതുവശത്തെ ബട്ടർഫ്ലൈയുടെ ഈ ചെറുകും വലതുവശത്തെ ഈ ബട്ടർഫ്ലൈയുടെ ചെറുകും തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടല്ലോ. തമ്മിൽ ബന്ധിച്ചിരിക്കുന്നതിനെ നമ്മൾ ഗ്രേ മാറ്റർ ആയതുകൊണ്ട് ഗ്രേ കമ്മീഷർ എന്നാണ് വിളിക്കുക. ഗ്രേ കമ്മീഷർ. CNS ഇങ്ങനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലാം കമ്മീഷേഴ്സ് ആണ്. നമ്മൾ ഇനിയും ചില കമ്മീഷേഴ്സ് കൂടി വേറെ പഠിക്കും. ഈ കമ്മീഷറിന്റെ നടുവിലൂടെ ഒരു സ്പൈനൽ കോഡിന്റെ മുകളറ്റം മുതൽ താഴെ വരെ, നടുവിൽ എന്ന് വെച്ചാൽ ഏകദേശം നടുവിലാണ്, കൃത്യം നടുവിലായിരിക്കണമെന്നില്ല, ഒരു ഹോൾ പോകുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. സെൻട്രൽ കനാലാണ്. ദിസ് ഇസ് സെൻട്രൽ കനാൽ. ഇതിനകത്ത് കൂടി ഒഴുകുന്നത് CSF ആണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ആൻഡ് ഈ സെൻട്രൽ കനാൽ ചില സ്ഥലത്ത് കുറച്ച് ഡയലേറ്റഡ് ആണ്, കുറച്ച് വീർത്തിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കോണസ് മെഡുലാരിസ്, അവിടെ വീർത്തിരിപ്പുണ്ട്. വേറെ ചില ഭാഗങ്ങളിലൊക്കെ വീർത്തിരിപ്പുണ്ട്. അപ്പൊ എല്ലായിടത്തും സെൻട്രൽ കനാൽ ഒരേപോലെയല്ല, ചില സ്ഥലത്ത് ഇച്ചിരി ഡയലേറ്റഡ് ആയിരിക്കും. ആൻഡ് ഈ സെൻട്രൽ കനാൽ ഇരിക്കുന്നത് മൂലം ഈ കമ്മീഷറിന് ഒരു മുൻഭാഗം ഉണ്ടാകുന്നുണ്ട്, ഒരു പിൻഭാഗം ഉണ്ടാകുന്നു. മുൻഭാഗം നമ്മളെപ്പോഴും ആന്റീരിയർ എന്നാണ് ഉപയോഗിക്കുക, ആന്റീരിയർ അല്ലെങ്കിൽ
അല്ലെങ്കിൽ വെൻട്രൽ എന്ന് വിളിക്കാം, ഓർ ആന്റീരിയർ, ഏത് വിളിച്ചാലും കുഴപ്പമില്ല. ഇതിനപ്പോൾ നമ്മൾ പോസ്റ്റീരിയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ ഡോർസൽ എന്ന് വിളിക്കാം. ഡോർസൽ ഓർ പോസ്റ്റീരിയർ പോർഷൻസ് ഉണ്ട്. സോ ദിസ് ഗ്രേ കമ്മീഷർ ഹാസ് എ ഡോർസൽ പാർട്ട് ആൻഡ് എ വെൻട്രൽ പാർട്ട്. ആൻഡ് ഈ സെൻട്രൽ കനാലിന് ചുറ്റും ഉള്ള ഈ ഭാഗത്ത് നമ്മൾ ഒരു പേരുണ്ട്, ആ ഭാഗത്തെ വിളിക്കുക സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ സെൻട്രാൽ. സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ നമ്മൾ ഇനിയും പല സ്ഥലത്ത് കേൾക്കും. ഇതപ്പോൾ സെൻട്രാലിസ് ആണ്. ഇനി ഈ സൈഡിലെ ഗ്രേ മാറ്റർ ഇത് ഈ സൈഡിലെ ഗ്രേ മാറ്റർ, ഇത് ഈ സൈഡിലെ ഗ്രേ മാറ്റർ. ഈ ഗ്രേ മാറ്റർ നമുക്കൊരു മുൻഭാഗം ഒരു പിൻഭാഗം ഉണ്ടാക്കാം. സോ മുൻഭാഗത്തെ നമ്മളിപ്പോൾ വെൻട്രൽ അല്ലെങ്കിൽ ആന്റീരിയർ. അപ്പോൾ നമ്മളിവിടെ തള്ളി നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹോൺ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആന്റീരിയർ വെൻട്രൽ ഹോൺ അല്ലെങ്കിൽ ഡോർസൽ പോസ്റ്റീരിയർ ഹോൺ, ഇങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ ഏത് ഭാഗമാണ് വലുതെന്ന് വെച്ചാൽ മുൻഭാഗമാണ് ഇത്തിരി വലുത്, ബൾക്കിയർ ആണ്. ചില ഭാഗങ്ങളിൽ ഇത് കുറച്ചും കൂടി ബൾക്കിയർ ആണ്. ഉദാഹരണം സെർവിക്കൽ ഭാഗത്ത് അല്ലെങ്കിൽ ലംബോസേക്രൽ ഭാഗത്ത് ഇത് ഇത്തിരിയും കൂടി ബിഗ് ആയിരിക്കും. ഈ വെൻട്രൽ ഹോണിനെയും ഡോർസൽ ഹോണിനെയും നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നു നോക്കുക. ഈ ഭാഗം ഹെഡായിട്ടും ഈ ഭാഗം ബേസ്. സോ ഹെഡ് ബേസ്. ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടി സിലിണ്ടർ ആണ് ഈ ഭാഗം. അപ്പോൾ അതുകൊണ്ട് ബേസ് ഉണ്ട്, ഒരു നെക്ക് റീജിയൻ ഉണ്ട്, ഒരു ഹെഡ് ഉണ്ട്, ഒരു ക്യാപ്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് തിരിക്കാം. ഇതൊന്നും കാണാപ്പടം പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ പിറകു ഭാഗം, ദിസ് ഏരിയ, ഈ ഭാഗം സ്പൈനൽ കോഡ് കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ഭാഗം, ഈ എക്സ്റ്റേണൽ ഭാഗത്ത് നമുക്കൊരു പ്രത്യേക പേര് പറഞ്ഞ് വിളിക്കാം. അതിന് നമ്മൾ വിളിക്കുക ലിസേഴ്സ് ട്രാക്ട് എന്നാണ്. LISSAUERS, ലിസേഴ്സ് ട്രാക്ട് എന്ന് ഓർത്ത് വെക്കുക. വേറെ പേരുണ്ട് പോസ്റ്ററോ ലാറ്ററൽ ട്രാക്ട്. പോസ്റ്ററോ ലാറ്ററൽ എന്നൊക്കെ പറഞ്ഞാൽ പലതായിട്ട് കൺഫ്യൂഷൻ ആവും. സോ ലിസേഴ്സ് ട്രാക്ട് ആണ് നമുക്ക് എളുപ്പം. സോ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത ഇവിടെയാണ് സെൻസറി ന്യൂറോൺസ് വന്ന് ചേരുന്നത്. സെൻസറി ന്യൂറോൺസ് ഇങ്ങോട്ട് വന്ന് ചേരുക. ഈ പടം ഞാൻ അതിനാ വെച്ചത്. ഇവിടെ നിന്ന് ഒരു ഇമ്പൾസ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വന്ന് ചേരുകയാണ്. പുറകുവശത്താണ് സെൻസറി ന്യൂറോൺസ് ചേരുക, ഡോർസൽ സൈഡ് ഓർ പോസ്റ്റീരിയർ സൈഡ്. നമ്മൾ നേരത്തെ എക്സ്റ്റേണൽ അനാറ്റമി പറഞ്ഞതാണ്. ഇനി ആന്റീരിയർ ഭാഗം ലംബോസേക്രൽ ഭാഗത്ത് കുറച്ച് വലുതാണെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കൈയിലേക്കും കാലിലേക്കും മറ്റുള്ള മോട്ടോർ ന്യൂറോൺസ് പോകുന്ന ഭാഗമാണ്. സോ മുൻഭാഗം പുറത്തേക്ക് പോകുന്ന ഭാഗമാണ്. സോ ഇതാണ് മുൻഭാഗം. ഇവിടെ നിന്ന് ന്യൂറോൺസ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക്, ഇത് കയ്യിലേക്കാണെങ്കിൽ കയ്യിലേക്ക് പോകുന്ന ഭാഗമാണ്. സോ സ്പൈനൽ കോഡിന്റെ സെൻസറി ഭാഗം എന്ന് വെച്ചാൽ പുറകാണ്, സെൻസറി പുറകുവശമാണ്, മുൻവശം മോട്ടോർ ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചു. സോ ഇവിടെ ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെയൊക്കെയുള്ള മോട്ടോർ ന്യൂറോൺസ് ആണ് ഇവിടെ നിങ്ങോട്ട് പോകുക. ഇത് മോട്ടോർ ന്യൂറോൺ ആണ്. ഇനി തൊറാക്കോ ലംബാർ ഭാഗത്ത് ഈ സ്പൈനൽ കോഡിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു ഹോൺ, അത് നമ്മൾ ഇതാണ് ലാറ്ററൽ ഹോൺ. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, ഇവിടെയും വരച്ചിട്ടുണ്ട്. ലാറ്ററൽ ഹോൺ ഇത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സിമ്പതറ്റിക് നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് SMS. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ലാറ്ററൽ ഹോണിൽ നിന്നാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കും. അതെവിടെയാണ്? തൊറാക്കോ ലംബാർ. സോ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ നമ്മൾ തൊറാക്കോ ലംബാർ ഔട്ട്ഫ്ലോ എന്നൊക്കെ വിളിക്കാൻ കാരണം ഇതാണ്. സ്പൈനൽ കോഡിൽ 3 തരം ന്യൂറോൺസ് ഉണ്ട്. ഒന്നതായി വരുന്ന സെൻസറി ന്യൂറോൺ ഉണ്ട് സ്പൈനൽ കോഡിൽ. ദെൻ ഈ പോകുന്ന മോട്ടോർ ന്യൂറോണുകൾ സ്പൈനൽ കോഡിലുണ്ട്. ദെൻ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഇങ്ങനെ കണക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന ഇന്റർ ന്യൂറോൺസും ഇവിടെയുണ്ട്. സോ അപ്പോൾ ഗ്രേ മാറ്ററിനകത്ത് ഇതിന്റെ എല്ലാം എന്തുണ്ടാകും? സെൽ ബോഡീസ് ഉണ്ടാകണം. എല്ലാത്തിൻ്റെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും സെൽ ബോഡീസ് ആണ് ഇതിനകത്ത് ഉള്ളതെന്നും ഓർത്തിരിക്കുക. ഇനി അനാറ്റമിക്കലി ഈ ന്യൂറോണിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ഗോൾജി ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് സ്പൈനൽ കോഡിലുള്ളത് എന്നും നമുക്ക് പറയാം. അത് അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. സെൻസറി ഉണ്ട്, മോട്ടോർ ഉണ്ട്, ദെൻ ഇന്റർ കണക്ടിങ് ഇന്റർ ന്യൂറോൺസ്. സോ ഇന്റർ ന്യൂറോൺസ് ആണ് ഈ സ്പൈനൽ റിഫ്ലക്സ് ഒക്കെ ഉണ്ടാക്കാൻ കാരണം. ദിസ് ഇന്റർ ന്യൂറോൺസ് ആണ്. അപ്പോൾ ഇനി ഗ്രേ മാറ്ററിൽ സെൽ ബോഡീസ് ഉണ്ടെന്ന് പറഞ്ഞു. സെൽ ബോഡീസ് കൂട്ടമായിട്ടിരുന്നാൽ അത് ന്യൂക്ലിയായി. ന്യൂക്ലിയ കൂട്ടമാകുമ്പോഴാണ് അത് മൊത്തത്തിൽ ഒരു ഗ്രേ മാറ്റർ എന്ന് പറയുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി കാണേണ്ടത് സ്പൈനൽ കോഡിൽ ഗ്രേ മാറ്ററിൽ ഉള്ള ന്യൂക്ലിയസുകൾ ഏതെല്ലാമാണ്. എല്ലാത്തിൻ്റെയും പേരൊന്നും നമുക്ക് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അധികം പറയുന്നത്. നമുക്ക് ആദ്യം ഈ ഭാഗത്ത് മോട്ടോർ, ഇത് മോട്ടോർ ഭാഗമാണ്, ഇത് സെൻസറി ഭാഗമാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെയുള്ള ന്യൂക്ലിയസ് എല്ലാം മോട്ടോർ ന്യൂക്ലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പൾസ് പോകുന്നതിൻ്റെ ന്യൂക്ലിയ സെൽ ബോഡീസ് ആയിരിക്കും ഇവിടെ ഇരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 റീജിയൻ ആയിട്ടാണ് അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ടാണ്, ഗ്രൂപ്പുകളായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നടുവിൽ ഇതാണല്ലോ സ്പൈനൽ കോഡിന്റെ നടുഭാഗത്തിരിക്കുന്ന ഈ ചുമന്ന കളർ. സോ ഇത് പേര് മീഡിയൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈ എന്നാണ്. ഇനി വശത്ത് പച്ച കളറിലിരിക്കുന്ന ഈ 3 എണ്ണം, ഇത് അപ്പോൾ എന്തായിരിക്കും പേര്? എന്നാലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം ലാറ്ററൽ ആണ്, ലാറ്ററൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈ. അപ്പോൾ ലാറ്ററലിന്റെയും മീഡിയലിന്റെയും നടുവിലിരിക്കുന്ന എന്തായിരിക്കും? നിങ്ങളാണെങ്കിൽ പേരിടുക, ഞാനാണെങ്കിൽ സെൻട്രൽ ഗ്രൂപ്പ് എന്ന് പേരിടും. സെൻട്രൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈ ആണ്. ഇങ്ങനെ 3 ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈറ്റാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മോട്ടോർ ന്യൂക്ലിയൈ. സോ ഈ ഭാഗം മോട്ടോർ ആണെന്ന് നമ്മൾ പറഞ്ഞു. മോട്ടോർ ന്യൂക്ലിയൈ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക വെൻട്രൽ സൈഡിൽ. ഇതിൽ ലാറ്ററൽ ഗ്രൂപ്പ് എല്ലായിടത്തൊന്നും കാണണമെന്നില്ല. ഇത് കൈയിലേക്ക് പോകുന്ന ഭാഗത്തും കാലുകളിലേക്ക് പോകുന്ന ഭാഗത്തും മാത്രമേ ഇത് കാണത്തുള്ളൂ മിക്കവാറും. ഇനി മീഡിയൽ ഗ്രൂപ്പ്, ദിസ് വൺ, ഇത് മുഴുവൻ സ്പൈനൽ കോഡിന്റെ
ബോഡിയുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. കഴുത്ത്, ട്രങ്ക് മുതലായ ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ് ഇത് മീഡിയൽ. ഇനി നടുവിലുള്ളതും എല്ലായിടത്തും കാണണമെന്നില്ല. ഉദാഹരണം ഫ്രെനിക് ന്യൂക്ലിയ ആണ് ഒരെണ്ണം, ദെൻ ആക്സസറി ന്യൂക്ലിയ ഉണ്ട്, ലംബോസേക്രൽ ന്യൂക്ലിയ, ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ഇനി മുൻഭാഗവും പിൻഭാഗവും ചേരുന്ന സ്ഥലം ഈ മീഡിയൻ ഭാഗത്ത് ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഓഫ്, ഞാൻ മഞ്ഞ കളറിലാണ് രണ്ടും വരച്ചു, രണ്ട് ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ട്. ഒന്നും മീഡിയൻ ആണ്, അതിന്റെ തന്നെ മീഡിയൻ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ മീഡിയന്റെ തന്നെ ലാറ്ററൽ ഗ്രൂപ്പ് ഉണ്ട്. ഇച്ചിരി കൺഫ്യൂഷൻ ആണ്. സോ ഇന്റർ മീഡിയോ ലാറ്ററൽ എന്നും ഇന്റർ മീഡിയോ മീഡിയൽ എന്നൊക്കെ വിളിക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയൊക്കെ ഇവിടെയും കുറച്ച് ന്യൂക്ലിയസ് ഉണ്ട്. സോ ഒരെണ്ണം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആണ്, ഒരെണ്ണം പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. സോ ഇതാണ് നമുക്ക് വെൻട്രൽ സൈഡിൽ ഉള്ള മുൻഭാഗത്ത് ഉള്ള ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് മോട്ടോർ, ഇപ്പോൾ ഇവിടുന്ന് ഒരു ന്യൂറോൺ ഇങ്ങോട്ടേക്ക് പോകുന്നെങ്കിൽ അതിന്റെ സെൽ ബോഡീസ് ഇവിടെ ആയിരിക്കും ഇരിക്കുക. ഇങ്ങനെ പിന്നെ ആക്സോൺ, ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെയൊക്കെയുള്ള ആക്സോൺസ് ആയിരിക്കും പുറത്തേക്ക് പോവുക. അപ്പൊ ഇനി നമുക്ക് സ്പൈനൽ കോഡിന്റെ പിൻഭാഗത്ത് ഡോർസൽ സൈഡിൽ ഇവിടെയുള്ള ന്യൂക്ലിയസിനെ പറ്റിയാണ് ഇനി നമുക്ക് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ന്യൂറോൺ ഇങ്ങോട്ട് വന്നാൽ അത് ഇവിടെ ബന്ധിക്കുന്ന ഭാഗം ഏതാണ്? പിൻഭാഗം സെൻസറി കണക്ഷൻസ് ആണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം വേദന, തണുപ്പ്, ചൂട്, ഇക്ലി അങ്ങനെയൊക്കെയുള്ള പെയിൻ, ടെമ്പറേച്ചർ, വൈബ്രേഷൻ ഇങ്ങനെയൊക്കെയുള്ള ഇമ്പൾസസ് ഒക്കെ ആയിട്ട് വരുന്ന ന്യൂറോൺ ഇവിടെ വന്നാണ് ടെർമിനേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും അറ്റത്തുള്ളത് നമ്മൾ ഓൾറെഡി പേര് പറഞ്ഞതാണ്, പോസ്റ്ററോ മാർജിനൽ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫേമസ് പേര് അതല്ല ഞാൻ പറഞ്ഞ ലിസേഴ്സ് ട്രാക്ട് എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ ഈ പച്ച കളറിൽ കാണുന്നത് ഫേമസ് പേരാണ് സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ ഓഫ് റൊളാൻഡ്, ഇല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നമ്മളൊരു സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ പറഞ്ഞു, അത് സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ സെൻട്രാലിസ് ആണ്. അപ്പൊ ഇതുമായിട്ട് കൺഫ്യൂഷൻ വേണ്ട. സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പിന്നുള്ളത് വലിയൊരു ന്യൂക്ലിയസ് ആണ്, അതാ നീല കളറിൽ കാണുന്നത്, ന്യൂക്ലിയസ് പ്രോപ്രിയസ് ആണ്. ന്യൂക്ലിയസ് പ്രോപ്രിയസ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ്, ഇത് വലുതാണ്. സോ ഇത് മൂന്നും സ്പൈനൽ കോഡിന്റെ എൻറ്റയർ ലെങ്ത് മൊത്തമാണ്. ഇനി രണ്ടെണ്ണം ഞാൻ ഇവിടെ വേറെ വരച്ചിട്ടുണ്ട്, അത് എൻറ്റയർ ലെങ്ത് ഇല്ല. ഒന്ന് ന്യൂക്ലിയസ് ഡോർസാലിസ് ആണ്, ഇതാണ് ന്യൂക്ലിയസ് ഡോർസാൽ. ക്ലർക്സ് കോളം എന്നൊക്കെ വേറെയും ഒരുപാട് പേരുകളുണ്ട് കേട്ടോ, ഇതിനെല്ലാം വ്യത്യസ്തമായ പേരുകളുണ്ട്. ദെൻ വിസറോ ലാറ്ററൽ, ഇതാണ് വിസറോ ലാറ്ററൽ ന്യൂക്ലിയസ്. സോ ഇത്രയാണ് ന്യൂക്ലിയസുകൾ പുറത്തുള്ളത്. സോ ഈ ചുമന്ന കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന എല്ലാം സെൻസറി നെർവ്സിന്റെ ന്യൂക്ലിയസ് ആണ്. ഇത് പുറത്തേക്ക് പോകുന്നത് ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന എല്ലാം മോട്ടോർ ന്യൂറോൺസിന്റെ ന്യൂക്ലിയസുകളാണ്. സോ ഗ്രേ മാറ്ററിൽ ഇത്രയും ന്യൂക്ലിയസുകളാണ് ഉള്ളത്. ഇനി ഇതേ ഭാഗം തന്നെ ഞാൻ ഇപ്പർ സൈഡിൽ വേറെ രീതിയിലാണ് കളർ ചെയ്ത് വരച്ചത്. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ സത്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് വേറെ രീതിയിൽ ഈ ഭാഗത്തെ പറയാം. ഇത് ന്യൂക്ലിയസ് വെച്ചിട്ടാണ് പറഞ്ഞത്, ഇത് ഫങ്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടൈപ്സ് വെച്ചിട്ട് ഒന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രീതിയാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക. അതിനെ നമ്മൾ വിളിക്കുക റെക്സെറ്റ് ലാമിനെ എന്നാണ്. റെക്സെറ്റ് ലാമിനെ എന്ന് കേട്ട് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്നതെന്ന് ഓർത്ത് വെച്ച്. ലാമിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയേഴ്സ് ആണ്. സോ ഇവിടെ മൊത്തം ഈ ഗ്രേ മാറ്ററിന് 10 ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇവിടെയാണ്. ഈ റെക്സെറ്റ് ലാമിനെ 1 മുതൽ 6 വരെയുള്ളത് സെൻസറി ഭാഗത്താണ്, 7 മുതൽ 9 വരെയുള്ളത് മോട്ടോർ ഭാഗത്താണ്, 10 സെൻട്രൽ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് ഒന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. 1 മുതൽ 4 വരെയുള്ളത് സെൻസറി ആണ്. നാലാമത്തെ അവിടെ നിന്ന് സെൻസറിയിൽ നിന്ന് മുകളിലേക്ക് ബ്രെയിനിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് 7ാമത്തത് 7th ഇത് സെറിബെല്ലവുമായിട്ടുള്ള കണക്ഷനാണ്, ബ്രെയിൻ സ്റ്റെം അങ്ങോട്ടേക്കുള്ള കണക്ഷനാണ്. ആൻഡ് ഓൾസോ ഓട്ടോണമിക് ഫംഗ്ഷനുള്ള കണക്ഷനാണ്. 9 എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് എന്ത് പോകുന്നത്, ആൽഫ, ബീറ്റ, ഗാമ, മോട്ടോർ ന്യൂറോൺസ് ഒക്കെ പോകുന്നത് 9ൽ നിന്ന്. അപ്പോൾ ഗ്രേ മാറ്ററെ പറ്റി നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി വൈറ്റ് മാറ്ററാ പറയേണ്ടത്. വൈറ്റ് മാറ്റർ സ്പൈനൽ കോഡിന്റെ പുറം ഭാഗത്താണ്, ഗ്രേ മാറ്റർ ഇത് ഉള്ളിലാണ്. ഇപ്പൊ നമുക്കത് അറിയാം. ഇതിന് വൈറ്റ് കളർ ആവാൻ കാരണം മൈലിനേറ്റഡ് ആക്സോൺ ഉള്ളത് കാരണമാണെന്ന് നമുക്കറിയാം. ആൻഡ് ഇത് ഫുൾ ആക്സോൺസ് ആണ്, ഇത് ഫുൾ ആക്സോൺസ്, ബ്രെയിനിലേക്ക് പോകുന്ന ആക്സോൺസ്, ബ്രെയിനിൽ നിന്ന് വരുന്ന. ഇവിടെ വിവിധ തരം ആക്സോൺസ് ഉണ്ട്, ഒരു 5 തരം ആക്സോൺസ് ഉണ്ട്. ആദ്യത്തേത് ഗ്രൂപ്പ് 1 ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഓർ ആക്സോൺസ് ആണ്. ഇതാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 എന്ന് വെച്ചതാ സെൻസറി ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ഇത് സ്യൂഡോ യൂണിപോളാർ ടൈപ്പ് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ സെൽ ബോഡി പുറത്താണ് വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അവിടെ നിന്ന് അതിന്റെ സെൻട്രൽ പ്രോസസ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ ഇതാണ് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത്. സോ ഇവിടം വരെ സ്പൈനൽ കോഡ് വരെ എത്തുന്നതാണ് ഗ്രൂപ്പ് 1. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഇവിടെ എത്തിയ ഈ സ്പൈനൽ കോഡ് വരെ എത്തിയ ന്യൂറോൺ അതെന്ത് ചെയ്യണം, അതിന്റെ ആക്സോൺ നേരെ മുകളിലോട്ട് അങ്ങോട്ടേക്ക് പോകണം. അതാണ് ഗ്രൂപ്പ് 2. ബ്രെയിനിന്റെ ഭാഗത്തേക്ക് പല ഭാഗത്തേക്ക് പോകും. ലോങ് അസെൻഡിങ് ഫൈബേഴ്സ് ആണ്. ലോങ് അസെൻഡിങ് എന്ന് പറയാൻ കാരണം എന്താ, അസെൻഡിങ് മുകളിലേക്കാണ് പോകുന്നത്, ബ്രെയിനിലേക്കാണ് പോകുന്നത്. സോ അസെൻഡിങ് ഫൈബേഴ്സ് ആണ് മുകളിലേക്ക് പോകുന്നത്, ബ്രെയിനിലേക്ക് പോകുന്നത്. സോ ഇവിടെ സെൽ ബോഡി അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ഇരിക്കുക. ഇവിടെ ആക്സോൺ ആണ് ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോവുക. അപ്പോൾ സെൽ ബോഡി ഗ്രേ മാറ്ററിലായിരിക്കും ഇരിക്കുക, ആക്സോൺ വൈറ്റ് മാറ്ററിലൂടെ ആയിരിക്കും പോകുക. ഇനി ഗ്രൂപ്പ് 3 ഉള്ളത് ബ്രെയിനിൽ നിന്ന് താഴേക്ക് വരുന്നതാണ്. സോ ഇതാണ് ആക്സോൺ, ഇത് അതിന്റെ സെൽ ബോഡിയാണ്. അപ്പൊ സെൽ ബോഡി ബ്രെയിനിലാണ് സെൽ ബോഡി, ആക്സോൺ ഇങ്ങനെ താഴേക്ക് വരിക. സോ ലോങ് ഡിസെൻഡിങ് ആണ് ഗ്രൂപ്പ് 3 ടൈപ്പ് ഓഫ് ആക്സോൺസ്. നമ്മളിപ്പോൾ ആക്സോണിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. സോ
സ്പൈനൽ കോഡിന്റെ ഏത് ഭാഗത്തായിരിക്കും എത്തുക? ബ്രെയിനിന്റെ മോട്ടോറാണ്. അപ്പൊ ഫ്രണ്ട് ഭാഗത്താണ് എത്തുക. ഇത് പുറകുവശമാണ്, ഇത് മുൻഭാഗത്തായിരിക്കും എത്തുക. ഇനി ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത് ഈ സെൻസറിയെയും ഇതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക. ഇതിനെയും പല ലെയർ ഒരേ സെക്ഷനിൽ ബന്ധിപ്പിക്കാം, മുകളിലും താഴെയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാം. അതാണ് ഗ്രൂപ്പ് 4. അപ്പൊ അത് ഇന്റർന്യൂറോൺസ് ആണ് ഗ്രൂപ്പ് 4. ഇനി ഗ്രൂപ്പ് 5 ഗ്രൂപ്പ് 5 എന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ടിൽ എത്തിയെന്നായിരിക്കാം, ഫ്രണ്ടിൽ നിന്ന് താഴേക്ക് പോകുന്ന മോട്ടോർ ന്യൂറോൺസ് ആണ്. സോ അവയുടെ സെൽ ബോഡി ഇവിടെ ആയിരിക്കും. ആക്സോൺസ് അപ്പൊ പക്ഷേ ഇവിടെ ആയിരിക്കും. സോ നമ്മൾ കണ്ടത് ആക്സോൺസ് അകത്തേക്ക് വരുന്നുണ്ട്, ദെൻ മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്, തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്, ദെൻ പുറത്തേക്ക് പോകുന്ന മോട്ടോർ. ഇത്രയും പലതരം ആക്സോൺസും സാധനങ്ങളുമാണ് ഇതിലൂടെ പോവുക. സോ അപ്പൊ ഇനി നമ്മൾ വീണ്ടും വൈറ്റ് മാറ്ററിനെ പറ്റി മാത്രമാണ് പറയാ. വൈറ്റ് മാറ്റർ മാത്രം പറയുകയാണെങ്കിൽ അത് പുറത്താണ്, ഗ്രേ മാറ്റർ ഉള്ളിലാണ്. 3 കോളംസ് ആയിട്ടാണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുക കോളംസ് എന്നാണ് വിളിക്കുക. 3 കോളംസ് ഓഫ് വൈറ്റ് മാറ്റർ ആണ് നമ്മൾ ഇവിടെ കാണുക. മുൻവശത്തുള്ളത് ഇതാണ് മുൻവശം. സ്പൈനൽ കോഡിന്റെ മുൻവശം ഇതാണ്. അപ്പൊ ഇത് ആന്റീരിയർ കോളമാണ്. ഇപ്പൊ പുറകുവശത്തുള്ളത് പോസ്റ്റീരിയർ കോളം ആയിരിക്കും. സൈഡിലുള്ളത് ലാറ്ററൽ, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. സോ ദീസ് ഓൾ ആർ കോളംസ് ഓഫ് ഇൻ ദ ട്രാക്സ് എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ പോകുന്നതും വരുന്നതുമായിട്ടുള്ള ആക്സോൺസ് ആണ് ഇതിലെ കൂടി പോകുന്നത്. അതുകൊണ്ട് ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്, ബ്രെയിനിലേക്ക് വരുന്നുണ്ട്, മറ്റു ഓർഗൻസിലേക്ക് പോകുന്നുണ്ട്. എല്ലാം ട്രാക്സുകളാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഈ നടുവിൽ നമുക്കറിയാം, സ്പൈനൽ കോഡിന്റെ നടുവിൽ എക്സ്റ്റേണൽ അനാറ്റമി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ആന്റീരിയർ മീഡിയൻ ഫിഷർ ഉള്ളതുകൊണ്ട് ഈ ആന്റീരിയർ സൈഡിന് ഒരു ലെഫ്റ്റ് സൈഡും ഒരു റൈറ്റ് സൈഡും ഉണ്ട്, ഇടതുവശവും വലതുവശവും തമ്മിൽ. ആൻഡ് ഇതിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇതിന് നമ്മളിപ്പോൾ ആന്റീരിയർ എന്തായിരിക്കും പേര് കൊടുക്കുക? ആന്റീരിയർ കണക്ട് ചെയ്യുന്നതിന് എല്ലായിടത്തും നമ്മൾ കമ്മീഷർ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഗ്രേ കമ്മീഷർ പറഞ്ഞായിരുന്നു, ഓർമ്മ ഉണ്ടാവും. ഇവിടെ വൈറ്റ് കോളമുണ്ട്, ആന്റീരിയർ കമ്മീഷർ എന്നാണ് പറയുന്നത്. ആൻഡ് ഈ മുൻവശത്തുള്ള എന്തായിരിക്കും? മുൻവശത്തുള്ളത് മോട്ടോർ ആയിരിക്കുമോ സെൻസറി ആണ്? ഇത് മോട്ടോർ ആയിരിക്കും, കാരണം ഇവിടെ നിന്നൊക്കെ മുൻവശം മോട്ടോറിന്റെ ഏരിയ ആണ്. സോ മുൻവശത്തുള്ളത് മിക്കവാറും മോട്ടോർ ആയിരിക്കും, മോട്ടോർ ട്രാക്റ്റുകളായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ലാറ്ററിൽ രണ്ടും ഉണ്ടാവും, മോട്ടോറും കാണും സെൻസറിയും കാണും. ഇവിടെയോ പോസ്റ്റീരിയറിൽ ഓൺലി സെൻസറി, ഇവിടെ സെൻസറി മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രധാനമായിട്ടും മോട്ടോർ ആണെങ്കിലും കുറച്ച് സെൻസറി കണ്ടേക്കാം. അപ്പൊ നമ്മൾ ഇനി കാണുന്ന വൈറ്റ് മാറ്റർ ട്രാക്സ് ഏതൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് ട്രാക്സ് എന്ന് പറയാം. ട്രാക്സ് എന്ന് വെച്ചാൽ എന്തുവാ? ട്രാക്സ് എന്ന് വെച്ചാൽ CNS-ലെ ഇതൊരു ന്യൂക്ലിയാന്ന് വിചാരിക്കുക, ഇത് സ്പൈനൽ കോഡിലാണെന്ന് വിചാരിക്കുക, ഇത് ബ്രെയിനിലാണെന്ന് വിചാരിക്കുക. സോ ഈ ന്യൂക്ലിയം ടു ഈ ന്യൂക്ലിയെ ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ്, അല്ലെങ്കിൽ ആക്സോണൽ ബണ്ടിൽ. അതിനെയാണ് നമ്മൾ ട്രാക്ട് എന്ന് വിളിക്കുക. ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്ത് പോകുന്നതിനെ നമ്മൾ സാധാരണ നെർവ്സ് എന്നാണ് വിളിക്കുക. സോ ദീസ് ആർ നെർവ്സ് തന്നെയാണ്. നെർവ് ഫൈബറിന്റെ കൂട്ടമായിട്ട് പോകുന്ന ആക്സോൺസിന്റെ ബണ്ടിൽസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാക്സ്. ഇനി ഇവയ്ക്ക് വേറെ പേരുകളുണ്ടോ? പേരുകളുണ്ട്. ഒന്ന് ഫെസിക്കുലൈ എന്ന് പറയും, ഫെസിക്കുലൈസ് എന്ന് വിളിക്കും. ഇപ്പൊ മെഡുല്ല ഏരിയയിലേക്കുള്ളതിനെ നമ്മൾ ലെംനിസ്കസ് എന്നാണ് വിളിക്കുക. ലെംനിസ്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിബൺ ലൈക്ക് സ്ട്രക്ചർ ഉള്ള. സോ പലതിനും പല പേരാണെങ്കിലും ഫെസിക്കുലൈ എന്ന് കേട്ടാലും ലെംനിസ്കൈ എന്ന് കേട്ടാലും ഇനിയും വേറെ പേരുകൾ എവിടെയെങ്കിലും കേട്ടാലും അതെല്ലാം നമ്മൾ ഈ ട്രാക്റ്റുകളെ വിളിക്കുന്ന പേരാണ്. സോ ഇവിടെ ഞാൻ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് കളർ വരച്ചിരിക്കുന്നതെല്ലാം തന്നെ മോട്ടോർ ട്രാക്റ്റുകളാണ്, മോട്ടോറാണ്. റെഡ് ഈസ് ഫോർ മോട്ടോർ, ബ്ലൂ ഈസ് ഫോർ സെൻസറി. അപ്പൊ സെൻസറി എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്നതായിരിക്കും, മോട്ടോർ എന്ന് പറയുമ്പോൾ താഴേക്ക് വരുന്നതായിരിക്കും. ഇനി പേരിടലാണ്. ഇവിടെ പേരിടൽ ബേസിക് റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ മോട്ടോറാണ് റെഡിൽ ഞാൻ വരച്ചിരിക്കുന്നത്, ഇത് ബ്ലൂവിലാണ് വരച്ചിരിക്കുന്നത്. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നതാണ്. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ എവിടെന്നാണ് തുടങ്ങുന്നത്? സ്പൈനൽ കോഡിൽ നിന്നാണ്. മുകളിലേക്ക് പോകുന്നത് ബ്രെയിനിലെ ഒരു ഭാഗത്തേക്കായിരിക്കും. അപ്പം മിക്കവാറും തലാമസി പോയി അവസാനിക്കും. സോ അപ്പോൾ അതിന്റെ പേരെന്തായിരിക്കും? സെൻസറി ആണെങ്കിൽ അപ്പോൾ എല്ലാം സ്പൈനൽ കോഡിൽ നിന്ന് തുടങ്ങി തലാമസിലൊക്കെ അവസാനിക്കുന്നതാണെങ്കിൽ എല്ലാത്തിൻ്റെയും പേര് സ്റ്റാർട്ട് ചെയ്യുക സ്പൈനോ. തലാമസിലാണെങ്കിൽ തലാമിക് ട്രാക്ട്. സോ അങ്ങനെ ആയിരിക്കും ഇവിടെ പേര് പോവുക. അപ്പോൾ ഇതോ മോട്ടോർ ആണെങ്കിൽ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് നിന്ന് വരികയാണ്, അപ്പോൾ കോർട്ടക്സിൽ നിന്ന് വരികയെന്നായിരിക്കും. ബ്രെയിൻ കോർട്ടക്സിൽ നിന്ന് സ്പൈനൽ കോഡിൽ വന്നാണല്ലോ അവസാനിക്കുക. അപ്പോൾ അതിന്റെ പേരെന്തായിരിക്കും? കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് എന്നായി. കോർട്ടിക്കോ സ്പൈനൽ. ഇപ്പോൾ ഉദാഹരണം, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി പോകുകയാണെങ്കിൽ അത് ട്രിവാൻഡ്രം എക്സ്പ്രസ് ആയിരിക്കും. ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ സെയിം വണ്ടി തന്നെ കണ്ണൂർ എക്സ്പ്രസ് ആവുന്നത് പോലെയാണത്. സ്പൈനൽ കോഡിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സെൻസറി എല്ലാം സ്പൈനോ എന്ന് വെച്ച് തുടങ്ങും. മോട്ടോർ എല്ലാം കോർട്ടിക്കോ, അല്ലെങ്കിൽ അവസാനിക്കുന്നത് സ്പൈനൽ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആന്റീരിയർ ഭാഗത്താണ്. ആന്റീരിയർ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇതാണ്. ആന്റീരിയർ ഭാഗത്ത് എന്ന് പറയുമ്പോൾ അധികവും നമ്മൾ പറഞ്ഞു അത് ബ്രെയിനിൽ നിന്ന് തുടങ്ങി സ്പൈനൽ കോഡിൽ അവസാനിക്കുന്നതായിരിക്കും. ഇപ്പോൾ ബ്രെയിനിലെ ഏതെങ്കിലും ഭാഗമായിരിക്കും തുടങ്ങുന്ന ഭാഗം, അല്ലെ? അപ്പോൾ ഒരെണ്ണം ദിസ് ക്യാൻ ബി ടെക്ടോസ്പൈനൽ ആണ്. ടെക്ടോസ്പൈനൽ എന്ന് പേരിടാം. ദെൻ ആന്റീരിയർ, മുൻവശത്തുള്ള ആന്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ഉണ്ട്. ദെൻ വെസ്റ്റിബുലോസ്പൈനൽ ഉണ്ട്. ഏതെല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വെസ്റ്റിബുലോസ്പൈനൽ. ദെൻ മീഡിയൻ റെറ്റിക്കുലോസ്പൈനൽ ഉണ്ട്. ഒലിവോസ്പൈനൽ. പേരാവ് നോക്കിയാൽ മതി. സ്പൈനെല്ലാം അവസാനിക്കുകയാണെങ്കിൽ അതെല്ലാം മോട്ടോർ ട്രാക്റ്റുകളാണ്. ഇനി ഇവിടെ ചില സെൻസറി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു സെൻസറിയാണ്, ഇതൊരു സെൻസറിയാണ്. ഇത് സ്പൈനൽ കോഡിൽ നിന്ന് തലാമസിലേക്ക് പോവാണ്. അപ്പൊ സ്പൈനോ തലാമിക് ആയിരിക്കും. ദെൻ ഇത് സ്പൈനോ ഒലിവറിയാണ്. ഓക്കെ, മുകളിലേക്ക് പോകുന്നു. സോ
നീല കളറിൽ സെൻസറി ആണ്, റെഡ് കളറിൽ മോട്ടോറാണ്. ഇത് ഇങ്ങോട്ട് വരുന്നതാണ്, ഇത് മുകളിലേക്ക് പോകും. സോ ഇതാണ് ആന്റീരിയർ ഭാഗത്തുള്ളത്. ഇനിയപ്പോൾ ലാറ്ററൽ കോളം ദാ ഇവിടെ, ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ലാറ്ററൽ കോളം. ഞാൻ ഒരു സൈഡിൽ സെൻസറിയും ഒരു സൈഡിൽ വരച്ചു മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്, ഈ കളറുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ രണ്ടെണ്ണം ഉള്ളൂ. ഒന്ന് പോസ്റ്റീരിയർ, പുറകുവശത്തുള്ള പോസ്റ്റീരിയർ, മുകളിലേക്ക് പോകുന്നതാണ് സ്പൈനോ സെറിബെല്ലാർ ആണ്. സോ സൈഡിൽ കൂടി പോണത് സെറിബെല്ലം അവിടത്തേക്കുള്ളതാണ്. അപ്പൊ ഇത് ആന്റീരിയർ ആണ്, സെറിബെല്ലാർ, സ്പൈനോ സെറിബെല്ലാർ. സ്പൈനോ എന്ന് പറയുമ്പോൾ സെറിബെല്ലാർ, സ്പൈനൽ കോഡും തുടങ്ങുന്നത്. സോ മുകളിലേക്ക് പോകുന്നത് സ്പൈനോ സെറിബെല്ലാർ ആണത്. ഇനി ബാക്കിയുള്ളത് ഇതാണ്, ലാറ്ററൽ സ്പൈനൽ ഉണ്ട്, ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ആണത്, താഴത്തേക്ക് വരുന്നതാണല്ലോ. അപ്പോൾ ദെൻ റുബ്രോ സ്പൈനൽ ഉണ്ട്, റെറ്റിക്കുലോ സ്പൈനൽ ഉണ്ട്. പിന്നെ പിൻഭാഗത്ത് ഡോർസൽ സൈഡിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ പോസ്റ്റീരിയർ കോളം. സോ ഇതാണ് പോസ്റ്റീരിയർ, പുറകുവശത്തുള്ളത് പോസ്റ്റീരിയർ കോളം. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻസറി മാത്രമേ ഉള്ളൂ. ഈ പുറകുവശത്ത് ഇവിടെയും ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ സെൻസറി മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു സൈഡ് മാത്രം വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സെൻസറി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നീല കളറായിരിക്കണം. നോ മോട്ടോർ ട്രാക്സ്, ഓൺലി ബ്ലൂ. സോ ഇതിന്റെ പേര് ഒന്ന് ഓർക്കുക. വൺ ഈസ് ഗ്രസൈൽ. ഗ്രസൈൽ തീർന്നില്ല, ഫെസിക്കുലസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഗ്രസൈൽ ഫെസിക്കുലസ്. ഇതിനെ വിളിക്കുക ക്യൂനേറ്റ്, ഗദ പോലെയുള്ളത്, ക്യൂനേറ്റ് ഫെസിക്കുലസ് എന്നാണ് വിളിക്കുക. ഫെസിക്കുലസ് എന്ന് വിളിക്കാൻ കാരണം ഇത് സ്പൈനോ തലാമിക് എന്നൊന്നും വിളിക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇത് തലാമസ് വരെ ഇല്ല, ഇത് മെഡുല്ല വരെയുള്ളൂ, മിക്കവാറും മെഡുല്ല വരെയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കാത്തത്, ഫെസിക്കുലസ് എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മളിത് ഇത്രയും പറഞ്ഞെന്താ വെച്ചാൽ ഇനി നമുക്ക് പെയിൻ പാത്ത് വേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ഏതെങ്കിലും മുകളിലേക്ക് പോകുന്ന പാത്ത് വേ പറയണം. അനാൾജസിക് പാത്ത് വേ എന്ന് പറയുമ്പോൾ താഴത്തേക്കുള്ള പാത്ത് വേ. സോ അതിന് നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. അതുകൊണ്ടാണ് നമ്മളിത് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് വാട്ട് ഈസ് ദിസ് ഗ്രേ മാറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വൈറ്റ് മാറ്റർ എന്താണെന്ന് പറഞ്ഞു, ഗ്രേ മാറ്ററിലുള്ള ന്യൂക്ലിയസുകൾ നമ്മൾ പറഞ്ഞു, വൈറ്റ് മാറ്ററിലുള്ള ട്രാക്റ്റുകൾ നമ്മൾ. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.